രണ്ട് നെഗറ്റീവ് നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഈ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോണേ. ഇനിയിപ്പോൾ രണ്ട് കുഞ്ഞു കാര്യം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് പോസിറ്റീവ്, അതായത് രണ്ട് പോസിറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവ് ആണ്, അത് നമുക്കറിയാം. ഇനി രണ്ട് നെഗറ്റീവ് നമ്പർ, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്, രണ്ട് നെഗറ്റീവ് നമ്പർ വന്നു കഴിഞ്ഞാലും അവരുടെ പ്രോഡക്റ്റിൻ്റെ സൈൻ പോസിറ്റീവ് ആയിരിക്കും. ഇനി നമുക്കിവിടെ നമ്മുടെ എക്സാമ്പിൾ നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ -7 ഇൻറ്റു -5. അപ്പോൾ എന്താണ്, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആണ്, അപ്പോൾ പോസിറ്റീവ് സൈൻ ആണ്. ഇനി 7 ഇൻറ്റു 5 35, ഇത്രയേ ഉള്ളൂ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, -2 ഇൻറ്റു -9. അപ്പോൾ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്, സൈൻ പോസിറ്റീവ് ആണ്. ഈ നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, 2 ഇൻറ്റു 9 18. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി ആ ഓർത്ത് വയ്ക്കാനുള്ള രണ്ടാമത്തെ കുഞ്ഞു കാര്യം, പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നെഗറ്റീവ്, നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ്, അതായത് ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രോഡക്റ്റിൻ്റെ സൈൻ നെഗറ്റീവ് ആയിരിക്കും. അത് ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വന്നു കഴിഞ്ഞാലും നെഗറ്റീവ് സൈൻ തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് നോക്കാം. 7 ഇൻറ്റു -5. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, പോസിറ്റീവ് നമ്പറാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്, രണ്ടാമത്തെ നമ്പർ നെഗറ്റീവ് ആണ്, അപ്പോൾ അവരുടെ സൈൻ, പ്രോഡക്റ്റിൻ്റെ സൈൻ എന്തായിരിക്കും, നെഗറ്റീവ്. ഇനി നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, 7 ഇൻറ്റു 5 35. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, -2 ഇൻറ്റു +9. അപ്പോൾ ഇവിടെ ഒരെണ്ണം നെഗറ്റീവും ഒരെണ്ണം പോസിറ്റീവ് ആണ്, അപ്പോൾ അവരുടെ പ്രോഡക്റ്റിൻ്റെ സൈൻ എന്തായിരിക്കും, നെഗറ്റീവ്. ഇനി 2 ഇൻറ്റു 9 18.